ബ്രദറെ, ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സൗഖ്യങ്ങളാണ് പറയാനുള്ളത്. ഈ ബ്രദറിന്റെ പേര് റൂബൻസ് എന്നാണ്. സിസ്റ്ററിന്റെ പേര് അനീഷ. പൊഴിയൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യത്തെ 2 സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ബ്രദറിന് ലഭിച്ചതാണ്. ആദ്യത്തെ സാക്ഷ്യം 2 വർഷമായിട്ട് ബ്രദറിന് ഇടത് സൈഡ് കഴുത്തിന് വളരെയധികം വേദന ഉണ്ടായിരുന്നു. ഈ വേദനയെ തുടർന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴുത്ത് അനക്കാൻ പറ്റത്തില്ല, കൈ ഒട്ടും തന്നെ പൊക്കാൻ പറ്റില്ലായിരുന്നു. കൂടാതെ കഴുത്ത് വേദന വരുമ്പോൾ ബോഡി മൊത്തം തളർന്ന് വീക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ജോലിക്ക് പോയാൽ ഈ കഴുത്ത് വേദനയും ഈ ശരീര തളർച്ചയും കാണാൻ തിരിച്ചു വരുമായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല. അനേകം ടെസ്റ്റ് ചെയ്തു, MRI എടുത്തു നോക്കി, അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. വെയിറ്റ് എടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ ആദ്യമായിട്ട് ചർച്ചിൽ കടന്നു വന്നു. അന്ന് വന്നപ്പോൾ ഈ ബ്രദറിനോട് ദൂത് പറഞ്ഞു, 2 വർഷമായിട്ടുള്ള എൻ്റെ കഴുത്ത് വേദനയും കയ്യിലെ ബുദ്ധിമുട്ടും ശരീര തളർച്ചയും കർത്താവ് പരിപൂർണമായി മാറ്റുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായി കഴുത്തിലെ വേദനയും ശരീരത്തിലെ തളർച്ചയും കൈപൊക്കാനുള്ള ബുദ്ധിമുട്ട് കർത്താവ് പരിപൂർണമായി മാറ്റിയെന്നാണ് പറയുന്നത്. ഒരു വലിയ കാര്യം. നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ ഞായറാഴ്ച ഉള്ളവരുണ്ടോ? ഞാൻ ഇദ്ദേഹത്തോട് ദൂത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് കേട്ടായിരുന്നു? കർത്താവ് ഒരു അത്ഭുത സാക്ഷിയായി ഈ ബ്രദറിനെ നിർത്തിയിരിക്കുക. പറഞ്ഞേട്ടെ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ബ്രദറിന് 2 വർഷമായിട്ട് ഇടത് സൈഡ് ചെസ്റ്റിന്റെ അവിടെ പെയിൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം എന്നാണ് പറഞ്ഞിരുന്നത്. ബ്രദർ ഉറങ്ങത്തില്ലായിരുന്നു എന്നങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നു. കൂടാതെ 2 വർഷമായിട്ട് ഈ ബ്രദറിന് ഉറക്കമില്ലായിരുന്നു. കണ്ടിന്യൂസ്ഡ് ആയിട്ട് എല്ലാ ദിവസവും സ്ലീപ്പിംഗ് പിൽസ് എടുത്താൽ മാത്രമേ ഉറങ്ങാൻ സാധിക്കുള്ളൂ. എന്നാൽ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്നു. അന്ന് ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായി 2 വർഷമായിട്ടുള്ള ചെസ്റ്റ് പെയിൻ മാറി. കൂടാതെ 2 വർഷമായിട്ട് ഉറക്ക ഗുളിക എടുത്താൽ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരാഴ്ചയായിട്ട് കർത്താവ് പൂർണ്ണമായ നല്ല ഉറക്കം നൽകിയെന്നാണ് പറയുന്നത്. അടുത്ത സാക്ഷ്യം ആ സിസ്റ്ററിന് ലഭിച്ചതാണ്. സിസ്റ്ററിന് വർഷങ്ങളായി നട്ടലിന് വേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ തേയ്മാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡോക്ടേഴ്സ് വെയിറ്റ് തൂക്കരുതെന്നാണ് പറഞ്ഞത്. കൂടാതെ കുറേ നേരം സിസ്റ്ററിന് നിൽക്കുവാനോ ഇരിക്കുവാനോ പറ്റില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ സിസ്റ്റർ ചർച്ചിൽ വന്നപ്പോൾ അന്നമോള് അങ്ങോട്ട് സിസ്റ്ററിനോട് ദൂത് പറഞ്ഞു. വർഷങ്ങളായി ഉണ്ടായിരുന്ന സിസ്റ്ററിന്റെ നട്ടലിന് വേദന കർത്താവ് പരിപൂർണമായി മാറ്റുന്നു എന്ന് പറഞ്ഞു. ഒരാഴ്ചയായി സിസ്റ്ററിന്റെ നട്ടലിന് വേദനയില്ല. ഇപ്പൊ ജോലിയെല്ലാം ചെയ്യാൻ സാധിക്കും. നട്ടലിന് തേയ്മാനമായിരുന്നു, ഇപ്പൊ പരിപൂർണമായിട്ട് മാറി. പൂർണ്ണമായിട്ട് വേദനയില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമുള്ള കാര്യമാണ്. സാക്ഷ്യം എന്ന് പറയുന്നത് സിസ്റ്ററിന് വർഷങ്ങളെ ഇടവിട്ട് തലവേദന വരുമായിരുന്നു. തലവേദന വന്നാൽ തുടർന്ന് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് എടുത്താൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ട്രീറ്റ്മെന്റിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്നപ്പോൾ ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന വോമിറ്റിംഗ് ടെൻഡൻസി ഇല്ല എന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയുണ്ട്, പറ. അടുത്ത സാക്ഷ്യം വർഷങ്ങളെ സിസ്റ്ററിന്റെ വലത് നെഞ്ചിന്റെ സൈഡിലായിട്ട് ഒരു കട്ടി ഉണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് തൊടുമ്പോൾ വല്ലാത്ത പെയിൻ ആയിരുന്നു. സിസ്റ്റർ പെയിൻ കാരണം ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്നപ്പോൾ ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായി സിസ്റ്റർ പറയുന്നത് വർഷങ്ങളായി ഉണ്ടായിരുന്ന നെഞ്ചിന്റെ സൈഡിലെ കട്ടി കർത്താവ് പരിപൂർണമായി മാറ്റിയെന്നാണ്. ഒരു എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുക്കാൻ കർത്താവിനെ. ആ നീല ഷോളിട്ട സിസ്റ്റർ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് ആണോ? എനിക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലായില്ല. പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ തലയിലും ഹസ്ബൻഡ് നെഞ്ചിലും യേശുവിന്റെ കൈ ഇരിക്കുന്ന ഞാൻ കണ്ടു. 5 ദിവസം കഴിക്കാതെ നമ്മൾ എങ്ങനെ ഇരിക്കും? ആ തളർവുണ്ട്. പിന്നെ ന്യൂറോയിൽ തലയിൽ പ്രശ്നമുണ്ട്. ഞാൻ 2 വെളിപ്പാടാണ് കണ്ടു. ഒന്ന് നിങ്ങളുടെ ഹാർട്ടിലും ഒന്ന് നെഞ്ചിലും നിങ്ങളുടെ തലയിലും കൈ കർത്താവിന്റെ കൈ ഇരിക്കുന്ന കണ്ടേ. എനിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലെന്നാ ഞാൻ പറഞ്ഞേ. ഉറക്കമില്ല, ദിവസങ്ങളായി കടൽ പണിക്കാണ് പോണെന്ന് പോകാൻ പറ്റണില്ല. സിസ്റ്ററെ, ഞാൻ കണ്ടത് കർത്താവിനെ കാണിച്ചത് നിങ്ങളുടെ തലയിലും അവരുടെ നെഞ്ചിലും കൈയിരിക്കുന്നതാണ് എങ്കിൽ ഈ പകലായാൽ സഖ്യാകുകയാ. ഒന്ന് ചേർന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. എനിക്കിതിനി കാണാം. സിസ്റ്ററെ, ഹസ്ബൻഡ് എടുക്കുക, കൊടുക്കണം മോനെ, ചേട്ടനെ കൊടുക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ബ്രദറിന്റെ തലയിലൂടെ ഒരു ഷോക്ക് പോയത് മനസ്സിലായോ? ഒരു പെരുപ്പ് താഴോട്ട് വന്നു. അത് ദൈവശക്തി നിങ്ങളെ തൊട്ടതാണ്. അതായത് നെഞ്ചിലും കർത്താവിന്റെ കരങ്ങൾ തലയിലും വെച്ചിരിക്കുന്നതാ കണ്ടേ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇടത്തെ ചെവി വ്യക്തമായിട്ട് കേൾക്കാമോ?
കുറവാണ്. ഒരു ചെവി കേൾവി കുറവാ. നിങ്ങൾക്കൊരു അടയാളം ഇപ്പൊ ഉണ്ടാകുക. നിങ്ങളുടെ ചെവിയെ കർത്താവ് തുറക്കാൻ പോവുക. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. Now. വലത്തെ ചെവി. ഓക്കെ, നിങ്ങളുടെ വലത്തെ ചെവിയെ യേശു സൗഖ്യമാക്കുന്ന എനിക്ക് കാണാം. അത് മാത്രമല്ല, ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇടത്തെ കൈയും തോളും നിങ്ങൾക്ക് കൈ കൊണ്ടൊരു സാധനം എടുക്കാനോ പൊക്കാനോ പറ്റുന്നില്ല. ഇല്ല, പറ്റൂല. ഇപ്പൊ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ വലത്തെ ചെവി തുറക്കുകയാ, ഇടത്തെ കൈ സൗഖ്യമാക്കുകയാ. എങ്കിൽ അതിനോടൊപ്പം നിങ്ങളുടെ ന്യൂറോ ഇന്ന് സൗഖ്യമാകട്ടെ. Love you, Jesus. ഒരു പ്രശ്നം കൂടെ എനിക്ക് കാണാം. ഞാൻ നെഞ്ചിനകത്ത് കർത്താവിന്റെ കൈ ഇരിക്കുന്നതിന്റെ കാരണം ഇപ്പൊ എനിക്കറിയാം. ഈ ഭാഗത്തൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊള്ളിയാൻ മിന്നുന്നത് പോലെ നിങ്ങൾക്കൊരു വേദന വരും. അപ്പൊ എനിക്കത് മനസ്സിലായി എന്താ കാര്യമെന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ കർത്താവിന്റെ കൈ നെഞ്ചിലും തലയിലും ഇരിക്കുന്നേ കണ്ടുള്ളൂ. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇങ്ങനൊരു വളഞ്ഞ വേദന നിങ്ങൾക്ക് വരും. അതാണ് സൗഖ്യമാവുന്നത്. ഇപ്പോൾ സൗഖ്യമാവും. നിങ്ങളുടെ വലത്തെ ചെവി ഇപ്പോൾ സൗഖ്യമാകും. നിങ്ങളുടെ തോള് കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ സൗഖ്യമാകും. സിസ്റ്ററെ, നിങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടോ? നിങ്ങൾക്ക് ഇടവിട്ട് ഒരു വല്ലാതെ തലവേദന വരും. തലവേദന മാത്രമല്ല നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, നിങ്ങളുടെ ഒരു കണ്ണിന് കാഴ്ചക്ക് മങ്ങലുണ്ടോ? ഇവിടെ വരുമ്പോ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആർക്കും അറിയത്തില്ല. എന്നോടും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നത് എനിക്ക് കർത്താവ് കാണിക്കുക. യേശു എന്നൊന്ന് ഉറക്കെ വിളിച്ചോ. ബ്രദറെ, നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിന്റെ മുകളിൽ അവരെ ഇടയ്ക്ക് പറയുന്നൊരു കാര്യം, തൊടുമ്പോ ഒരു പ്രയാസമുണ്ട് എനിക്ക് വലത്തെ നെഞ്ചിലെന്ന്. നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? ഇവിടുന്ന് തൊട്ട് താഴോട്ട് തൊടുമ്പോ ഒരു കട്ടി പോലെ അവർക്കുണ്ട്. നിങ്ങൾക്കറിയാം. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോവാം. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ നിന്ന് അത് മാറിപ്പോകാൻ പോകുന്നു. ഒന്ന് ചേർന്ന് കൈയടിച്ച് ഒരു ആമീൻ പറയാം. യേശുവേ, ബ്രദറെ, 2 ദിവസം മുമ്പ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും രോഗം ഉണ്ടായാൽ ഇനി എങ്ങനെ ചികിത്സിക്കും? നമ്മുടെ വീട്ടിൽ 1 രൂപ എടുക്കാനില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു തടിയുടെ ഡ്രോ ഉള്ള ഒരു മേശയുണ്ട്. അതിലാണ് നിങ്ങൾ കാശ് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അതിനകത്തൊരു പച്ച നിറമുള്ള ഒരു ഇളം പച്ചയോ കടും പച്ചയോ ഉള്ള കളറുമുള്ള ഒരു പേഴ്സ് ഇരിപ്പുണ്ട്. ആ പേഴ്സ് തുറന്നിട്ട് നിങ്ങൾ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ 1 പൈസയില്ല, എങ്ങനെ ഇനി കാര്യങ്ങൾ പോകുമെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം. ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാണോ? ശരിയാണ്. നിങ്ങളുടെ വീട്ടിലെ പേഴ്സ് എനിക്ക് അറിയത്തില്ല. പച്ചയ്ക്കകത്ത് ഒരു മഞ്ഞയും പച്ചയും കൂടെ ചേർന്ന, ഒരു സൈഡ് മഞ്ഞ ഒരു സൈഡ് പച്ച, ഒരു വട്ടത്തിൽ റാ പോലെ ഇരിക്കുന്ന ഒരു പേഴ്സ്, അത് നിങ്ങൾ ഡ്രോയിൽ വെച്ചിരിക്കുന്നതും അത് തുറന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കണക്ക് പറയുന്നത് എനിക്ക് കേൾക്കാം. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയാ, ഇപ്പോ ഒരു സൂപ്പർ നാച്ചുറലായ കാര്യം ഉണ്ടാകും. ഇപ്പോ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഈ കടലിലെ ജോലിക്ക് വല്ലോ വന്നാ പോന്നേ? കടലിൽ തന്നെ പണിക്ക് പോകണം. പോവാതെ 1.5 മാസമായി. ഇങ്ങനെ ശരീരം ഫുള്ളായിട്ട് തളർച്ചയാണ്. തളർച്ചയാകുമ്പോൾ 5 ദിവസം. നിങ്ങളുടെ തളർച്ച ഞാൻ തുടങ്ങുന്നത് എങ്ങനെയാന്ന് പറയാം. കഴുത്തിന്റെ ഇവിടെ ഒരു വേദന തുടങ്ങി. ഉണ്ട്. അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തല കറക്കം തുടങ്ങി. എന്നിട്ട് ഈ സൈഡ് തളരുന്ന പോലെ തോന്നാൻ തുടങ്ങി. അതിനുശേഷം ശരീരം മുഴുവൻ തളരാൻ തുടങ്ങി. ഇടത് സൈഡാണ് തളരും ഫസ്റ്റ്. അതിനുശേഷം അങ്ങോട്ട് പറഞ്ഞേ, ഈ സൈഡിൽ ഞാൻ പറഞ്ഞു. അത് ഇപ്പോ എന്റെ യേശു സൗഖ്യമാക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ തലയിൽ നിന്നൊരു ഷോക്ക് പോലെ ശരീരത്തിൽ വന്നു. ഇവിടെ ഒരു പെരുപ്പ് വന്നു കാണും.
ആ പെരുപ്പിനെ ഞങ്ങൾ വിളിക്കുന്നത് ദൈവശക്തി തൊടുന്നു എന്നാണ്. ഒന്ന് ആർത്ത് വിളിക്കാം, ആമേൻ പറയാം. രാഗമന റോകോതോരോമ. അദ്ദേഹത്തിന്റെ തലയിലൂടെ കൈവച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ. Go. Go. ചേട്ടാ, അടുത്ത ഞായറാഴ്ച വന്നിട്ട് ഇതെല്ലാം സാക്ഷ്യം പറയണം. നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാലയത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് ഒരു പക്ഷേ ചില എതിരുകൾ ഉണ്ടായ, പക്ഷെ എതിരുകളെ നോക്കല്ലേ, യേശു ചെയ്തത് സാക്ഷ്യപ്പെടുത്തണം. കാരണം യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നത് എനിക്ക് കാണാം, നിങ്ങളുടെ ചെവി തുറക്കുന്നത് കാണാം, നിങ്ങളുടെ ന്യൂറോ സൗഖ്യമാകുന്നത് കാണാം, ഞരമ്പുകൾ സൗഖ്യമാകുന്നത് കാണാം. നിങ്ങൾക്ക് തലമുറകളുണ്ടോ, കുഞ്ഞുങ്ങളുണ്ടോ? 3 പേര്. 3 കുഞ്ഞുങ്ങളുണ്ട്. ഏറ്റവും ഇളയ ആൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? രണ്ടാമത്തെ കുഞ്ഞ് ഓട്ടിസം ബാധിച്ച കുഞ്ഞാണ്. 9 വയസ്സായി, ഇതുവരെ സംസാരിക്കൂല. ഏറ്റവും ഇളയ ആൾക്കോ? ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ ആൾക്ക് പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിന് നിങ്ങളുടെ വീടിനെ മുഴുവൻ അടിപിടി മുഴുവൻ കർത്താവ് മാറ്റാൻ പോവാണേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടോ? അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ടോ? വെയിറ്റ് എടുക്കാൻ നോക്കൂ, ഭാരം തൂക്കാൻ നോക്കൂ. ഇവിടെയും ഇവിടെയും പിടിക്കും. നട്ടലില് ഒരു ഓപ്പറേഷൻ നടന്ന. ശരി, അതാവട്ടെ. നമുക്ക് ഭാരമുള്ള എന്ത് കൊടുക്കാം? വാ, കേറി വാ. ആ വയ്യാത്ത കൈ കൊണ്ട് പൊക്കണം. ആ കീബോർഡിന്റെ ബോക്സ് കൊടുക്കണം, കീബോർഡിന്റെ ബോക്സ്. വെയിറ്റ് ഉണ്ടോ? ഇല്ല. വാ, കുറച്ചും കൂടെ വെയിറ്റ് ഉള്ളത് തരാം. വാ, ഇത് പൊക്ക്. ഇത് ഞാൻ പൊക്കത്തില്ല കേട്ടോ, ചേട്ടൻ പൊക്ക. വയ്യാത്ത കൈ ഉണ്ട്, നടുവും പിടിക്കത്തില്ല, കൈയും പിടിക്കത്തില്ല. പൊക്ക. ചെയ്യാം. അവിടെ നിക്ക. വേദനയുണ്ടോ? വേദനയില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ യൂട്യൂബിൽ ചിലർ സൗഖ്യമാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ മഴകൾ മാറട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ ജോയിന്റ്സുകളുടെ തേയ്മാനം സൗഖ്യമാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ നട്ടലുകൾ നേരെയാകട്ടെ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ വിശ്വസിക്കുന്നു? ചിലരുടെ തേയ്മാനങ്ങൾ മാറിപ്പോകുന്നു. കമോൺ, കൈകളടിച്ച്. ചിലരുടെ മഴകൾ മാറിപ്പോകുന്നു, തേയ്മാനങ്ങൾ മാറിപ്പോകുന്നു. ഞാൻ പറയാം, നിങ്ങൾ ഇതിന് വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കടലിലെ പണിക്ക് പോയോ? പോയില്ല. ഈ ആഴ്ച മുതൽ ജോലിക്ക് പോകണം, സമ്പാദിക്കണം. ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഇത് സമ്പന്നനാകട്ടെ. ഒരു ആമീൻ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തെന്ന് പറഞ്ഞേ, നിങ്ങൾ സമ്പന്നനാകട്ടെ. വേറൊരാളോട് പറ, ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാചകം, നിങ്ങളൊരു കോടീശ്വരനാകട്ടെ പറ. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഇഷ്ടം, അല്ലെങ്കിൽ ആദി സമ്പന്നനാകട്ടെ പറ.